കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട്. അപ്പോൾ അതാ കൂട്ടുകാർ വീഡിയോ ഒക്കെ കണ്ടു വെക്കുക. വീഡിയോ ഇഷ്ടമാവില്ല എന്നൊന്നും അറിയില്ല, എന്തായാലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന സമയത്ത് തന്നെ മുറ്റത്തേക്കൊക്കെ ഒന്ന് നോക്കണ നേരത്തതാ നിറയെ ചണ്ടിയും ചമ്മലൊക്കെ ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റ് ആദ്യത്തെ പണി തന്നെ നമ്മളെ മുറ്റമൊക്കെ ഒന്നുകൊണ്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ച്. മുറ്റത്തിൻ്റെ കോലം കണ്ടാൽ വിചാരിക്കും ഇവിടെ ആളും മനുഷ്യനൊന്നും ഇല്ലേന്ന്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുഭാഗം നിറയെ പ്ലാവാണ് കേട്ടോ. ചക്കൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാവിനും അല്ലെങ്കിൽ ചമ്മല നിറയണതിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. മുറ്റൊക്കെ ഇങ്ങനെ ചമ്മലായി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു നെഗറ്റീവ് ഫീൽ അല്ലേ. അപ്പം എന്നാൽ രാവിലെ തന്നെ ഇതൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരിയിട്ട് വേണം അടുക്കളയ്ക്കൊക്കെ ഒന്നാണ്ട് ചെല്ലാനെന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഇതൊന്നും അടിച്ചൊരു വാരിടട്ടെ. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ നമ്മളെ ചിന്നപ്പം പറയുന്നത് നാളെ വെള്ളപ്പം മതിയെന്ന്. അപ്പോൾ വൈകിട്ടാണ് ഞാൻ അരി അരച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവൊന്നും അത്ര തന്നെ പൊന്തിയിട്ടില്ല കേട്ടോ. പൊന്താൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ മറ്റേ റൈസ് കുക്കറിലേക്കൊക്കെയാണ് മാവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അതുകൊണ്ട് ശരിയായില്ല എന്ന് പറയാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളപ്പും തേങ്ങാപ്പാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ വിചാരിച്ചെന്നാൽ എല്ലാവർക്കും ഒന്നും അത് മതി, ഇനിയിപ്പോൾ വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കാനാവില്ല എന്ന് വിചാരിച്ച് എല്ലാവർക്കും ഞങ്ങളിന്ന് വെള്ളപ്പും തേങ്ങാപ്പാലും ആണ് കേട്ടോ. ചിലർക്ക് അത് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല. എന്തായാലും ഞങ്ങൾക്കത് വലിയൊരു കുഴപ്പമില്ല കേട്ടോ. ഇത് എന്താണെന്ന് വിചാരിച്ചാൽ നല്ല റോസ്മേരി വാട്ടർ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂട് കാരണം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു ബോട്ടിൽ ഉണ്ടാക്കിയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ കുപ്പിയൊക്കെ നമ്മളടുത്ത് ആദ്യം തന്നെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മുടി കൊഴിച്ചിലിനൊക്കെ നല്ല മാറ്റം കേട്ടോ നമ്മൾ ഈ റോസ്മേരി വാട്ടർ തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ റോസ്മേരി വാട്ടർ ഇതാക്കണം ഞാൻ ആ ബോട്ടിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കൊണ്ടില്ല കേട്ടോ, കുറച്ചുകൂടി ബാക്കിയായിരുന്നു. അപ്പോൾ ഞാനത് വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിലാക്കിയിട്ട് ഇനി അത് ഫ്രിഡ്ജിലേക്കാണ്ട് വെക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചുകൊണ്ട് കഴിയട്ടെ, എന്നിട്ട് ഇതിക്കാണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളപ്പൊക്കെ അവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ പാലും വെള്ളമൊക്കെ വെച്ച് പിന്നെ നമ്മൾ ഏലക്കായൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്ന ചായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, അങ്ങനത്തെ ചായയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പഞ്ചസാര ഇട്ടതിന് ശേഷം പിന്നെ നമ്മളെ ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളെ വെള്ളപ്പത്തേക്ക് തേങ്ങാപ്പാൽ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതാക്കൊണ്ട് തേങ്ങാമുറിയൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മളെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല, പിന്നെ നമുക്ക് രാവിലെ കുറച്ചൊരു കറിയൊന്നും ഉണ്ടാക്കേണ്ട മടിയുള്ള ദിവസമൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ഒരു തേങ്ങാപ്പാൽ ഉണ്ടായിച്ചെങ്കിൽ മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടോ. ഇവിടെ മക്കൾക്ക് കുഴപ്പമില്ല, ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാക്കണു ഞാൻ അടിക്കാനും തുടയ്ക്കാനൊക്കെ എന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഉമ്മറും കാര്യങ്ങളൊക്കെ എന്നിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലെ ചായ കൂടി കഴിഞ്ഞ് ആ അടുക്കളയിലുള്ള പാത്രം മോറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേഗം അടിച്ചു വാരാനെന്നാണ് നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ തുടച്ചിട്ടില്ല വെച്ചെങ്കിലും രാവിലെ ഒന്നും അടിച്ചു വരിട്ട് കഴിഞ്ഞാൽ അത് ഒരു വൃത്തിയാണല്ലോ. തുടച്ചിട്ടില്ല എന്നൊന്നും ഇപ്പോൾ നോക്കിയാലൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഭയങ്കര ഈച്ച ശല്യം, ഇപ്പോൾ തുടയ്ക്കാത്ത പറ്റൂല കേട്ടോ. പിന്നെ നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ 2 ദിവസമൊക്കെ ആയിട്ട് വീട്ടിലുണ്ടല്ലോ, പെരുന്നാൾ അവധിയും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം. അപ്പം ഇനി എന്തായാലും ഒന്ന് തുടയ്ക്കാനും കൂടി നിൽക്കട്ടെ. ഈച്ചകളെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പെനോയിലിട്ടിട്ടാണ് ഇപ്പോൾ തുടയ്ക്കൽ. ഈ നമ്മളെ ചക്കി മാങ്ങയൊക്കെ സമയത്താണ് ഈച്ചകൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചക്കി മാങ്ങ ഉണ്ടായിട്ടൊന്നുമല്ല, ഭയങ്കര ഈച്ച എന്ന് പറഞ്ഞാലും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പെനോയിലിട്ട് തുടച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഈച്ചയ്ക്കൊക്കെ കുറവ് തോന്നലുണ്ട് കേട്ടോ. പിന്നെ ഈച്ചയ്ക്ക് ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു പേപ്പർ പോലത്തെ ഒരു സാധനം, പശയിൽ അതിൻ്റെ മുകളിൽ പശ ഉണ്ടാവും, എന്നിട്ട് അതിൽ വന്നിട്ട് ഈച്ച ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനം. ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ അത് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഓൺലൈനിലൊക്കെ ഉണ്ട്, ഞാനത് എത്രയ്ക്കുണ്ട് ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമ്മളെ ചെടിയമ്മിലൊന്നൊക്കെ ഒന്ന് ഇലക്കൊക്കെ ഒരു ഓട്ട കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതാക്കണം നല്ല തൊപ്പപ്പുഴു ഇല്ലേ, എന്താണ് നമ്മളെ ചൊറിയമ്പുഴു എന്നൊക്കെ പറയുന്ന സംഭവം, അത് നമ്മളെ ചെടികളൊക്കെ കഴിക്കുന്നതാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് പിടിച്ചുകൊണ്ട് ഒഴിവാക്കി കളഞ്ഞ്. സംഭവം ചെറിയ പുഴുവാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം നമ്മളൊരു ചെടി ഒലുക്കണ്ട് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ തണ്ടും വേരും മാത്രമേ കാണുള്ളൂ, ബാക്കിയൊക്കെ ഓല് കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ചെടികളൊക്കെ എടുത്തിരുന്നാണ്ട് പരിപാലനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താക്കൊണ്ട് ഞാനത് തിരുമ്പാൻ വേണ്ടി പോരുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ മെഷീനിലൊന്നും ഇടണില്ല. ഇതിനായിട്ടാണ്ട് മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും ഇതൊന്നും ഇളക്കി കിട്ടാം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നല്ല വെള്ളമുണ്ട്, നല്ല തിരുമണ കല്ലുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഒന്നുകൊണ്ട് കുത്തിപ്പിഴിഞ്ഞ് ഇടട്ടെ കേട്ടോ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവില്ല എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം വേണം ഇതിനൊക്കെ ചെയ്യാൻ. പക്ഷേ എല്ലാവരും പറയുന്നത് ഇങ്ങനത്തെ വീഡിയോ ഇടണം എന്നാണ്. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ ഒരുപാട് സമയം വെച്ചിട്ട് ചെയ്യുന്നതല്ല. നിങ്ങളൊരു ലൈക്ക് പോലും ചെയ്യാതെ പോകുമ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ.
അപ്പം നമ്മൾ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അടുക്കളയിൽ വന്നിട്ടുണ്ട്. ഇനി ചോറൊക്കെ ഒന്നുകൊണ്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അതാ ഞാൻ അവിടെ വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സ്കൂളിലേക്ക് അമ്മയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്ന ഒരു ചമ്മന്തി ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഉണക്കമുളക് ഒന്നുകൊണ്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഉണക്കമുളകൊക്കെ അതാ കൊണ്ട് കരിയാത്ത രീതിയിൽ തന്നെ നമ്മൾ മിക്സീൻ്റെ ജാറിക്കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും പുളിയും തേങ്ങയും എല്ലാതും കൂടി ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മിക്സീൻ്റെ ജാറിലൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. വേറെ ഒന്നും ഇല്ലാച്ചെങ്കിലും നമുക്ക് ഈ ചമ്മന്തി കൂടി ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ചോറൊക്കെ ഒന്നാണ്ട് ഊറ്റിട്ട് എപ്പോഴേക്കിന് കൂട്ടാൻ പണിയുമൊക്കെയും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കറി വെക്കാൻ എന്താ പറയുക, നമുക്ക് ചിക്കനും മീനെന്ന് പറയാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ വണ്ടിക്കാരനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു, ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നാടൻ രീതിയിൽ ചക്കക്കുരും നമ്മളെ ഉണക്കച്ചെമ്മീൻ കൊണ്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചക്കേൻ്റെ കുരുവൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാക്കൊണ്ട് നമ്മളെ ചക്കക്കുരുവൊക്കെ ഇതാക്കൊണ്ട് ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിലേക്ക് നമ്മളെ ഓർക്കാപ്പുളി ഉണ്ടല്ലോ, പുളീൻ്റെ ആവശ്യത്തിനുള്ള ഓർക്കാപ്പുളി ഇട്ട് കൊടുക്കേണ്ട. ഓർക്കാപ്പുളിക്ക് ചില ഭാഗത്ത് ഇരുമ്പമ്പുളി എന്നും കൂടി പറയല്ലേ, അതാക്കണം. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് പൊളിച്ചിട്ടിട്ട് കൊടുത്താൽ അങ്ങനെ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയൊക്കെ അതിൽ നിന്ന് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ നമ്മളെ ഉണക്കച്ചെമ്മീനൊക്കെ ഇതാക്കുന്നത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതാക്കണം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാക്കണം നമ്മളെ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ 2 വിസിൽ വരെ വേവിച്ചാൽ മതി. പിന്നെ ഞാനിതാക്കണു ആ കറി വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയിലാണ് കേട്ടോ വറുത്തിടുന്നത്. അപ്പോൾ അത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കറിയും കൂടി അയക്കാണ്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാക്കണം നല്ല സൂപ്പറായിട്ടുള്ള കറി ഇതാക്കണു. എന്താ പറയുക, നമ്മളെ ഉണക്കച്ചെമ്മീനും ഇരുമ്പപ്പുളീൻ്റെയും ചക്കക്കുരുവിൻ്റെ ഒക്കെ ടേസ്റ്റിലുള്ള അടിപൊളി ഒരു കറിയാണിത്. ഇങ്ങനെ ഉണ്ടാക്കാത്തതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറിനലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാട്ടോ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു, അലക്കി കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഞങ്ങൾക്കൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെതൊക്കെ ഇലക്കി കൊണ്ടുവന്ന് വെച്ച ഡ്രസ്സുകളാണ്. പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്കാണ് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത്രയും നേരം കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.